സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസ് നേതാവ് സച്ചിൻ കുമാർ കുറ്റക്കാരനെന്ന് കോടതി. സരസ്വതി വിഹാറിൽ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ശിക്ഷ ഈ മാസം 18-ന് വിധിക്കും. സിഖ് വിരുദ്ധ കലാപത്തിൽ മറ്റൊരു കേസിൽ നിലവിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് സച്ചിൻ കുമാർ. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചിരികയാണ്. ഗൗതം, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ശിക്ഷ ഈ മാസം 18-നാണ് വിധിക്കുക. മറ്റു വിവരങ്ങൾ കൂടി. സരസ്വതി വിഹാർ മേഖലയിൽ 1984 നവംബർ 1-ാം തീയതി സിഖ് കുടുംബത്തിലെ ഒരു അച്ഛനെയും മകനെയും ഒരുമിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് കോൺഗ്രസിന്റെ മുൻ MP കൂടിയായ സജ്ജൻ കുമാറിനെ ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി റോസ് അവന്യൂ കോടതിയാണ് ഈ കേസ് പരിഗണിച്ചിരുന്നത്. ഈ മാസം 18-ാം തീയതി സജ്ജൻ കുമാറിനുള്ള ശിക്ഷ കോടതി വിധിക്കും. മറ്റൊരു കേസിൽ സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കേസിൽ നിലവിൽ സജ്ജൻ കുമാർ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ കാൻഡ് മേഖലയിൽ സിഖുകാരെ കൂട്ടക്കൊലതി ചെയ്തതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് നേരത്തെ ഇയാൾ വിധേയനാണ്, ഇയാൾ അനുഭവിക്കണമെന്ന് സംബന്ധിച്ചുള്ള വിധി പ്രസ്താവം കോടതി നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതേ സിഖ് വിരുദ്ധ കലാപത്തിൽ തന്നെ മറ്റൊരു കേസിൽ കോൺഗ്രസിന്റെ മുൻ MP ശിക്ഷിക്കപ്പെടുന്നത്. സജ്ജൻ കുമാർ ഡൽഹിയിൽ നിന്നുള്ള മുൻ MP-യും നെഹ്റു കുടുംബത്തിന്റെ ഏറ്റവും അടുത്തയാളുമായിരുന്നു. എന്നാൽ സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പങ്ക് പുറത്തു വന്നതോടുകൂടി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് സജ്ജൻ കുമാർ മാറി നിന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന കോടതി വിധി വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി. ഗൗതമാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.